ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസിൽ ഉന്നതന്മാർ ഉൾപ്പെടെ കുരുക്കിലേക്ക് പോവുകയാണ്. കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് കോടതിയിൽ പ്രത്യേക റിപ്പോർട്ട് സമർപ്പിച്ചു. പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന പശ്ചാത്തലത്തിലാണ് റിപ്പോർട്ട് നൽകിയത്. പ്രതികൾക്കെതിരെ 308 വകുപ്പ് ചേർത്തതിൽ കോടതി ഉയർത്തിയ ചോദ്യത്തിനുള്ള മറുപടി ഉൾപ്പെടെയാണ് ഈ റിപ്പോർട്ട്. നരഹത്യ എന്ന ജാമ്യമില്ലാ കുറ്റമാണ് പ്രതികൾക്കെതിരെ SIT ചുമത്തിയത്. അതെന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നതായിരുന്നു കഴിഞ്ഞ ദിവസം ഇവരുടെ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ കോടതി ചോദിച്ചത്. എന്ത് ആധികാരികതയാണ് അതിനുള്ളത് എന്നും കോടതി ചോദിച്ചിരുന്നു. അപ്പോൾ ഈ റിപ്പോർട്ടിൽ ഇപ്പോൾ പറയുന്നത് വിദഗ്ധ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് 308 ചേർത്തത് എന്നാണ് അന്വേഷണ സംഘം ചൂണ്ടിക്കാട്ടുന്നത്. ഇത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വിവേചനാധികാരമാണെന്നും വ്യക്തമാക്കുന്നുണ്ട്. പോലീസ് ഫോട്ടോഗ്രാഫർ പകർത്തിയ ദൃശ്യങ്ങളും ഇതിനൊപ്പം നൽകിയിട്ടുണ്ട്. നേരത്തെ സ്വകാര്യ വ്യക്തി പകർത്തിയ ദൃശ്യങ്ങൾ മാത്രമാണ് സമർപ്പിച്ചിരുന്നത്. അതെന്തുകൊണ്ട് എന്ന് കോടതി നേരത്തെ ചോദിച്ചിരുന്നു. എന്തുകൊണ്ട് പോലീസിന്റെ ഫോട്ടോഗ്രാഫർ ദൃശ്യങ്ങൾ പകർത്തിയില്ലേ, എന്തുകൊണ്ട് അത്തരം ദൃശ്യങ്ങളില്ല, പോലീസിന്റെ ഫോട്ടോഗ്രാഫർ പകർത്തിയ ദൃശ്യങ്ങളില്ല എന്നായിരുന്നു കോടതി ഉന്നയിച്ച ചോദ്യം. അതിനും ഉള്ള മറുപടി കൊടുക്കുന്നുണ്ട്. ഇന്ന് പോലീസിന്റെ ഫോട്ടോഗ്രാഫർ പകർത്തിയ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് ആ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ ഈ റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രി സഞ്ചരിച്ച വാഹനം മുന്നേയാണ് പോയത്, ഏറ്റവും പുറകിലാണ് പോലീസിന്റെ ഫോട്ടോഗ്രാഫർ വന്നത്. അതുകൊണ്ട് കൃത്യമായ ദൃശ്യങ്ങൾ ഫോട്ടോഗ്രാഫർക്ക് ലഭിച്ചില്ല. അതുകൊണ്ടാണ് സ്വകാര്യ വ്യക്തികൾ പകർത്തിയ ദൃശ്യങ്ങൾ സമർപ്പിച്ചത് എന്ന് അന്വേഷണ സംഘം കോടതിക്ക് മുമ്പാകെ വ്യക്തമാക്കുന്നുണ്ട്. അതിനിടെ കേസിൽ നിർണായക വിവരങ്ങൾ SITക്ക് ലഭിച്ചതായാണ് വിവരം. കേസ് അട്ടിമറിക്കാൻ ADGP അജിത് കുമാർ ശ്രമിച്ചതിന്റെ തെളിവ് ഈ SIT സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. കേസിലെ ആദ്യ അന്വേഷണ റിപ്പോർട്ട് തിരുത്താൻ ADGP അജിത് കുമാർ ഇടപെട്ടു എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഇക്കാര്യം 2 ഗ്രേഡ് SIമാർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് SP ഷൗക്കത്ത് അലിക്ക് മുന്നിൽ പറഞ്ഞിരിക്കുകയാണ്. അജിത് കുമാറിന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന SIമാരായ ശ്രീകാന്ത്, ഗിരീഷ് എന്നിവരാണ് അദ്ദേഹത്തിനെതിരെ മൊഴി കൊടുത്തിരിക്കുന്നത്. അജിത് കുമാറിന്റെ നിർദ്ദേശവും സമ്മർദ്ദവും കൊണ്ടാണ് റിപ്പോർട്ട് തിരുത്തിയതെന്നാണ് ഇരുവരും നൽകിയിരിക്കുന്ന മൊഴി. കഴിഞ്ഞ ദിവസമാണ് ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള സംഘം രാവിലെ മുതൽ രാത്രി വരെ SIമാരുടെ മൊഴിയെടുത്തത്. ഇതിൽ ശ്രീകാന്ത് തുടക്കത്തിൽ ചില പ്രതിരോധം തീർക്കാൻ ശ്രമിച്ചു. എന്നാൽ ഷൗക്കത്ത് അലിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ വന്നതോടെ ഉച്ചയ്ക്ക് ശേഷം രണ്ടുപേരും പൊട്ടിക്കരഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങളും സമ്മതിക്കുകയായിരുന്നു. തങ്ങൾ മനഃപൂർവ്വം ചെയ്തതല്ല, ഇത്തരത്തിൽ മുകളിൽ നിന്ന് തങ്ങൾക്ക് വലിയ സമ്മർദ്ദമുണ്ടായി, നിർദ്ദേശമുണ്ടായി. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള കേസിലെ ആദ്യ അന്വേഷണ റിപ്പോർട്ട് തിരുത്തിയത് എന്ന് ഈ 2 ഗ്രേഡ് SIമാരും തുറന്ന് സമ്മതിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. എല്ലാ കാര്യവും ADGP അറിഞ്ഞിരുന്നു എന്നും ഇവർ പറയുന്നുണ്ട്. ഇവരെ ഇനിയിപ്പോൾ മാപ്പുസാക്ഷിയാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. അങ്ങനെ ഈ മാസം 15-ന് മുൻപ് കേസിൽ വിശദമായ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാനും നീക്കം നടക്കുന്നുണ്ട്. എന്തായാലും കേസിലെ പുതിയ വിവരങ്ങൾ മുൻ മുഖ്യമന്ത്രി പിണറായിക്കുൾപ്പെടെ കുരുക്കാകും. കാരണം KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തന്റെ ഗൺമാന്മാർ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തെ രക്ഷാപ്രവർത്തനമെന്നാണ് പിണറായി വിശേഷിപ്പിച്ചത്. ആ കേസ് അജിത് കുമാർ അട്ടിമറിച്ചെങ്കിൽ അത് പിണറായിയുടെ അറിവോടെയാകാതെ തരമില്ല. എന്തായാലും ഈ സംഭവത്തിൽ ഉപ്പ് തിന്നവരെല്ലാം വെള്ളം കുടിക്കുമെന്ന് ഉറപ്പാണ്.